ഭീകരാക്രമണത്തിൽ നടപടി വീണ്ടും കടുപ്പിച്ച് ഇന്ത്യ. പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ തലവനെ വിളിച്ചു വരുത്തും. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു. വാഗ അട്ടാരി അതിർത്തികൾ അടച്ചു. നയതന്ത്ര നടപടി ചർച്ച ചെയ്യാൻ പാകിസ്ഥാനിൽ സുരക്ഷാ കൗൺസിൽ യോഗം. പഹൽഗാമിലെ ചോരക്കളിക്ക് മറുപടിയായി സൈനിക നീക്കത്തിന് ഇന്ത്യയുടെ തയ്യാറെടുപ്പ്. സജ്ജരായിരിക്കാൻ സേനയ്ക്ക് നിർദ്ദേശം. ഇനി എന്ത് എന്നാലോചിക്കാൻ പ്രതിരോധ മന്ത്രിയുടെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം. കശ്മീരിൽ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും യോഗം വിളിച്ചു. ഭീകരാക്രമണത്തെ അപലപിച്ച് കാനഡ. പഹൽഗാമിൽ ഭീകരരുടെ കൂട്ടക്കുരുതിക്കിരയായ മലയാളി രാമചന്ദ്രന്റെ മൃതദേഹം കൊച്ചിയിലെത്തിച്ചു. ഏറ്റുവാങ്ങി ബന്ധുക്കളും ജനപ്രതിനിധികളും. സംസ്കാരം നാളെ. CMRL മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരെ ഗുരുതര തെളിവുകൾ നിരത്തിയ SFIO കുറ്റപത്രം. വീണയും ശശിധരൻ കർത്തായും ഒത്തുകളിച്ച് 2.78 കോടി തട്ടി. എക്സാലോജിക് എന്ന പരാമർശം വീണയെ ഉദ്ദേശിച്ച്. SFIO റിപ്പോർട്ടിൽ വീണ 11-ാം പ്രതി.